Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാം ഈ വന്ന് അടുത്തുകൊണ്ടിരിക്കുക അല്ലേ? പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെയായി? നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം കേട്ടോ. നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ കുറേ അധികം അങ്ങോട്ട് എന്താണ് പാടായി വരികയാണ്. ക്രാക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, നല്ല സ്മാർട്ട് വർക്കോട് കൂടി എന്താണ് ഓരോ ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത് നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു എന്താണ് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം, ഓരോ ഏരിയയും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള MCQs മാക്സിമം എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. നല്ല സ്റ്റാൻഡേർഡ് MCQs വർക്കൗട്ട് ചെയ്യുക. അസേർഷൻ റീസൺ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടും മാത്സ് ഫോളോയിങ് ആയിട്ടും ഒക്കെ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MCQsകളും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കോസ്റ്റിംഗിലെ ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ലേബർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് അനലൈസിംഗ് ദ ലേബർ കോസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ലേബർ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ ഇവാലുവേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റ് ആർ ദ സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്ലൂഡഡ് ദ വേജസ്, സാലറീസ്, ബെനിഫിറ്റ്സ് ആൻഡ് അതർ അസോസിയേറ്റഡ് എക്സ്പെൻസ് അല്ലെ. ലേബർ കോസ്റ്റ് നമുക്കറിയാം അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ. അതിലെ സെക്കൻഡ് എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ലേബർ എന്ന് പറയുന്നത്. ലേബർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ഓർഗനൈസേഷനിലെ ലേബേഴ്സിന് എത്രത്തോളം കോസ്റ്റ് ആകുന്നുണ്ട്, അവരുടെ സാലറി കൊടുക്കുന്നത്, വേജസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, അവർക്ക് കൊടുക്കുന്ന മറ്റ് ബെനിഫിറ്റ്സുകൾ, ഇതിലൂടെയൊക്കെ എത്രത്തോളം കോസ്റ്റ് ഇൻക്വയർ ആകുന്നുണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലേബർ കോസ്റ്റിംഗ് ഈസ് ദ എസെൻഷ്യൽ ഫോർ ദ കോസ്റ്റ് കൺട്രോൾ, പ്രൈസിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓർത്ത് വെച്ചോണം, എഫക്റ്റീവ് ആയിട്ടുള്ള ലേബർ കോസ്റ്റിംഗ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എസെൻഷ്യൽ ഫോർ ദ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് വളരെയധികം എസെൻഷ്യൽ ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വളരെയധികം എസെൻഷ്യൽ ആണ്. ബഡ്ജറ്റിങ്ങിന് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലേബർ കോസ്റ്റിംഗിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേബർ കോസ്റ്റിംഗ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലേബർ കോസ്റ്റ് ആണുള്ളത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും ഉണ്ട്. നമുക്കറിയാം ഡയറക്റ്റ് ലേബറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബറും ഉണ്ട്. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ജോബ് ഫുൾഫിൽ ചെയ്യുന്ന കാര്യത്തിൽ ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് കോസ്റ്റ് യൂണിറ്റ് ഒക്കെ ഡയറക്ട്ലി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോസ്റ്റ് of the labor that can be directly attributed to the specific products or services. Directly attribute to the എന്താണ്? സ്പെസിഫിക് പ്രൊഡക്ട്സ് ഓർ സർവീസ്. ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു സർവീസസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ലേബർ കോസ്റ്റിനെയാണ് ഏതെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു ദ specific products or services. This includes ഇതിനകത്ത് ഏതൊക്കെ വരാം? വേജസ് പെയ്ഡ് ഫോർ ദ വർക്കേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റിൽ വരുന്നതാണ്. അടുത്താണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് ലേബർ that cannot be directly attributed to ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലോട്ടോ സർവീസിലോട്ടോ ഒന്നും ആട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലാത്ത ലേബർ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വേജസ് ഓഫ് ദി, അതായത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടല്ലോ. ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർവൈസറുടെ സാലറി, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടല്ലോ, പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ സാലറി, ഇതൊക്കെ എന്താണ്? അവരൊന്നും പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടില്ല, എന്നാൽ എന്താണ് ഡയറക്ട്ലി എൻഗേജ് ചെയ്യുന്ന ലേബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വേജസ് ആണ് ഏതിൽ വരുന്നത്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൽ വരുന്ന. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഓവർ ടൈം പ്രീമിയം. എന്താണ് ഓവർ ടൈം പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ആക്ച്വൽ അവേഴ്സ്, ആക്ച്വൽ വർക്കിംഗ് അവേഴ്സിനെക്കാളും കൂടുതലായിട്ട് ആളുകൾ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അവർക്ക് എന്താണ്? അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് കൊടുക്കാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ദ അഡീഷണൽ വേജസ്
പെയ്ഡ് ഫോർ വർക്കിംഗ് ബിയോണ്ട് ദ നോർമൽ അവേഴ്സ്. നോർമൽ അവേഴ്സിനെക്കാളും കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓവർ ടൈം എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്ന ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ഓവർ ടൈം ക്യാൻ ബി സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഓൺ ദി ലേബർ കോസ്റ്റ് ആൻഡ് നീഡ് ടു ബി കെയർഫുള്ളി മാനേജ്ഡ്. അതായത് ഈ ഓവർ ടൈമിന് കൊടുക്കുന്ന പ്രീമിയം അല്ലെങ്കിൽ ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. ഒരുപാട് കൂടുതലായിട്ട് ആൾക്കാർ നിന്ന് വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള പേയ്മെന്റ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് ലേബർ കോസ്റ്റ് കൂടാനായിട്ട് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, അതായത് പറഞ്ഞിട്ടുണ്ട് നോൺ വേജ് കോമ്പൻസേഷൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയീസ്. വേജസ് അല്ലാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കോമ്പൻസേഷനുകളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ, ബോണസ്, അതുപോലെ തന്നെ പെയ്ഡ് ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിംഗ് മെത്തേഡുകളാണ്. ദ ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട്. ടൈം റേറ്റ് സിസ്റ്റം ഓർത്ത് വെക്കുക. ടൈം റേറ്റ് സിസ്റ്റം അല്ലെ ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ എന്തിനെ ബേസ് ചെയ്തായിരിക്കും വേജസ് കൊടുക്കുന്നത്? ഓൺ ദ ബേസ് ഓഫ് ടൈം. എത്രത്തോളം ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും വേജസ് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത് വേജസ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ. ആ വർക്കർ ആ ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഇവിടെ എന്ത് കൊടുക്കുന്നത്, വേജസ് കൊടുക്കുന്നത്. പിന്നെയാണ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ബട്ട് may not be encourage the higher productivity. ഇവിടെ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടുമോ? ഒരു എംപ്ലോയി എന്ത് ചെയ്യാണ്, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് അവന് റെമ്യൂണറേഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം അങ്ങ് എടുക്കും അല്ലേ. അപ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ തന്നെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും. ഒരുപാട് ടൈം എടുത്ത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ടൈം വേസ് സിസ്റ്റത്തിനകത്ത് പ്രൊഡക്ടിവിറ്റി അത് എൻകറേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. നോട്ട് എൻകറേജ് ദ ഹയർ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് ടൈം വേജസ് അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചാൽ എങ്ങനെയാണ്, ദ വേജസ് ഇസിക്കൽ ടു അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഒരു അവറിന് എത്രയാണോ റേറ്റ് അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അവർ എത്ര അവർ വർക്ക് ചെയ്തു എന്നതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം, പീസ് വേജ് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. ദ വേജസ് ആർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അവർ എത്രത്തോളം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്ന പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ വേജസ് are based on the number of units produced by the worker. It incentives the higher output but maybe എന്താണ് കോംപ്രമൈസ് ദ ക്വാളിറ്റി. ഇവിടെ എന്താണ് ഔട്ട്പുട്ട് കൂട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ ഇവർക്ക് റെമ്യൂണറേഷൻ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെ അവർ ക്വാളിറ്റിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂണിറ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് എന്നുള്ളതാണ് വരുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഇൻസെൻറ്റീവ് സ്കീംസ്. ഇൻസെൻറ്റീവ് സ്കീംസ് പറഞ്ഞാൽ ദീസ് ആർ ഡിസൈൻഡ് ടു റിവാർഡ് ദ വർക്കേഴ്സ് ഫോർ എക്സീഡിങ് ദ പെർഫോമൻസ് ടാർഗറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും പെർഫോമൻസിന്. ആ ഒരു ടാർഗറ്റിനെ എക്സീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസെൻറ്റീവ്സ് ആയിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് ബെനിഫിറ്റുകൾ കൊടുക്കും. അതാണ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് സ്കീംസ്. ഇൻസെൻറ്റീവ് സ്കീംസ് വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഹെയ്സ്ലി പ്രീമിയം പ്ലാൻ. അതെന്താണെന്ന് നോക്കിയാൽ കമ്പൈൻ ദ ടൈം ആൻഡ് പീസ് റേറ്റ് ബൈ പേയിങ് എ ബോണസ് ഫോർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഇൻ ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം. അതായത് ഇവിടെ ടൈം വേജും ഫീസ് വേജും സിസ്റ്റത്തിനെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒന്നാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ ആ സ്റ്റാൻഡേർഡ് ടൈമിനെക്കാളും മുന്നേ ആ ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും കൂടി കൊടുക്കുന്ന ഒന്നാണ് ഹെയ്സ്ലി പ്രീമിയം പ്ലാൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്താണ് റോവൻസ് പ്ലാൻ. റോവൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, സിമിലർ ടു ഈ എന്താണ് ഹെൽസെ അല്ലെങ്കിൽ ഹെയ്സ്ലി പ്ലാനിനോട് സിമിലർ ആയിട്ട് വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് റോവൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ബട്ട് കാൽക്കുലേറ്റ് ദ ബോണസ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് ദി ടൈം സേവ്ഡ്. ടൈം സേവ്ഡിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആണ് ഇവർ ബോണസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് രണ്ടും പഠിക്കാം അല്ലേ. ആദ്യത്തെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പ്ലാൻ അനുസരിച്ച് പ്രൊവൈഡ് ദ വർക്കേഴ്സ് വിത്ത് എ ബോണസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ലെസ് ദാൻ ദ ടൈം ഓഫ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഒരു 5 hours ആയിരുന്നു ഒരു വർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന സ്റ്റാൻഡേർഡ് ടൈം. അയാൾ 3 hours കൊണ്ട് ആ വർക്ക് ചെയ്തു. അപ്പോൾ ഇയാൾ എത്രയാണ് 2 hours സേവ് ചെയ്തില്ലേ. ആ 2 hours സേവ് ചെയ്തതിന് ഇയാൾക്ക് ഒരു അഡീഷണൽ ആയിട്ട്
ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടി കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഹേസ്ലി പ്രീമിയം പ്ലാൻ അല്ലെ ഹേസ്ലി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് പ്ലാൻ ഈ പ്ലാൻ അനുസരിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് സ്റ്റാൻഡേർഡ് അവേർലി വേജസ് ഫോർ ടൈം വർക്ക്ഡ് വർക്ക് ചെയ്ത ടൈമിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേയ്മെന്റും കൊടുക്കും. ആൻഡ് ദ പ്രീമിയം ഫോർ ദ ടൈം സേവ് ചെയ്തതിന് ഒരു പർട്ടിക്കുലർ പ്രീമിയം കൂടി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇക്വേഷൻ നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു വർക്കർ എത്രയാണോ ടൈം എടുത്തത് അതിനെയാണ് ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ബൈ ദ വർക്കേഴ്സ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ സ്റ്റാൻഡേർഡ് വേജസ് റേറ്റ്. അതായത് ഇവർക്ക് കൊടുക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ഈ സ്റ്റാൻഡേർഡ് ഇത്ര റേറ്റ് ആയിരിക്കും ഒരു അവറിനെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റേറ്റിനെയാണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത പ്രീമിയം റേറ്റ് എന്ന് പറഞ്ഞാൽ ദ പെർസെൻറ്റേജ്. അത് ടിപ്പിക്കലി എത്രയായിരിക്കും 50% ആയിരിക്കും. ഓർത്ത് വെച്ചാണ് കേട്ടോ. 50% ആയിരിക്കും ഓഫ് ദി വേജ് റേറ്റ് ദാറ്റ് ഈസ് ഗിവൺ ആസ് എ ബോണസ് ആയിട്ട് അവർ സേവ് ചെയ്ത ടൈമിന് അവർക്ക് ബോണസ് ആയിട്ട് ഒരു 50% കൂടി ഏതിൻ്റെ ആ ഒരു റേറ്റിന്റെ 50% കൂടി കൊടുക്കും. അതിനെയാണ് പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല നോക്കാം. എന്താണ് ഫോർമുല എന്നുള്ളത് പഠിച്ചു വെച്ചോണം. എങ്ങനെയാണ് കാണുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എത്രയാണോ ആ ഒരു വർക്കർ വർക്ക് ചെയ്തത് അതേ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്യുക പ്ലസ് എന്താണ് അയാൾ എത്രയാണോ ടൈം സേവ് ചെയ്ത് ഇൻറ്റു പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു 50% ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എത്രയാണ് ഇതിവിടെ നോക്കിയേ എത്രയാണ് സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് 10 hours ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് 10 hours ആണ്. അതിൽ 10 hours ആണ്. ഇനി എന്താണ് ആക്ച്വൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 8 hours ആണ് അല്ലെ 8 hours ആണ് എന്ത് ചെയ്തേക്കുന്നത് അയാൾ ആ ഒരു ടൈം എടുത്തത്. ഇനി അയാൾക്ക് എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 20 ആണ്. പെർ അവറിന് 20 ആണ് കിട്ടുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് 50% ആണ്. നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. എന്താണ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത് അയാൾ എത്ര അവേഴ്സ് ആണ് വർക്ക് ചെയ്തത് 8 അല്ലെ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത് 20. സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് 20 അല്ലെ സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് 20 പ്ലസ് ടൈം സേവ്ഡ് നോക്കിയാൽ എത്രയാണ് 10 hours ആയിരുന്നു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ 8 hours വന്നു. അപ്പോൾ ടൈം സേവ് ചെയ്തേക്കുന്നത് എത്രയാണ് 2 ഇൻറ്റു പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 50%. എത്രയാണ് 50% ആണ് 50% ഓഫ് അവേർലി റേറ്റ് എത്രയാണ് 20 അല്ലേ 50% ഓഫ് 20യുടെ 50% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും 8 ഇൻറ്റു 20 പ്ലസ് 2 ഇൻറ്റു എത്ര 10 വരും അല്ലേ. അപ്പോൾ എത്ര വരും അല്ലേ 180 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ എത്രയാണ് നമ്മളുടെ അവേഴ്സ് എന്താണ് ടൈം സേവ് ചെയ്തേക്കുന്നത് എത്രയാണ് 2 hours ആണ് സേവ് ചെയ്തേക്കുന്നത്. ബോണസ് ആയിട്ട് നമുക്ക് എത്രയാണ് 2 hours സേവ് ചെയ്തിട്ടുണ്ട്. 2ന്റെ 50% അല്ലെ 20യുടെ 50% നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഓക്കെ ആണ്. 2 hours സേവ് ചെയ്ത് കഴിയുമ്പോൾ 20യുടെ 50% എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 2 20 നമുക്ക് കിട്ടും. അപ്പോൾ അഡീഷണൽ ആയിട്ട് 8 ഹവേഴ്സിന് 8 ഇൻറ്റു 10 എത്രയാണ് നമുക്ക് കിട്ടി എന്താണ് 160 എന്ന് കിട്ടി. പ്ലസ് ആ അഡീഷണൽ ആയിട്ട് കിട്ടിയ 20യും കൂടി വന്ന് 180. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? നേരിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. നേരിട്ട് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഈസി ആയിട്ട് കിട്ടും കേട്ടോ. മനസ്സിലായല്ലോ? അടുത്ത നമുക്ക് നോക്കാം ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്. എൻകറേജ് ദ വർക്കേഴ്സ് ടു വർക്ക് മോർ എഫക്റ്റീവ്ലി. അതുപോലെ തന്നെ എന്താണ് ഇത് ഈ ഒരു ഇങ്ങനെ ഈ ബോണസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വർക്കേഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ അവരുടെ പെർഫോമൻസിനെ എന്ത് ചെയ്യും ഇംപ്രൂവ് ചെയ്യിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലീഡ്സ് ടു ഡിക്രീസ് ദ ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് കാരണമാക്കും. ഇവരെന്ത് ചെയ്യും ടൈം സേവ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചെയ്ത് അതുകൊണ്ട് ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. വർക്കേഴ്സ് വളരെയധികം സ്പീഡ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇറ്റ് മേ ബി perceived unfair if the standard time is not ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം അല്ല കൊടുക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം അല്ല എങ്കിൽ അത് എന്താണ് അൺഫെയർ ആയിട്ട് പോകും അല്ലേ. ഇപ്പോൾ എന്താണ് ശരിക്കും അവർക്ക് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് 10 hour വേണം. പക്ഷേ 8 hour സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തിട്ടുള്ളെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളുടെ CC-യിൽ നമ്മളുടെ നെറ്റ് കൊമേഴ്സ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, A to Z കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മളുടെ ഫാക്കൽറ്റീസ് ആണ്, എല്ലാവരുമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഏരിയാസും കവർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ നെറ്റ് ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, CSIR, ഫിസിക്സ് എന്നിവയ്ക്കെല്ലാം നമ്മളുടെ ഇവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട്, നെറ്റ് കൊമേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. PDF നോട്ടിലൂടെയും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ എന്തെല്ലാം നിങ്ങൾക്ക് വേണമോ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് അതെല്ലാം CC-യിലുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയുള്ള സമയം നമുക്ക് പഠനത്തിനായിട്ട് മാറ്റിവെക്കാം. വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം. അടുത്ത പ്ലാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? റോവൻ പ്ലാൻ. റോവൻ പ്ലാൻ അനുസരിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റോവൻ പ്ലാൻ ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് എ ഫെയർ ഇൻസെൻറ്റീവ് ബൈ റിവാർഡിംഗ് ദ വർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ എഫിഷ്യൻസി. അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കുകയാണ്? റിവാർഡ്സ് കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് റോവൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ബോണസ് ഫോർ ടൈം സേവ്ഡ്. ടൈം സേവ് ചെയ്തതിന് അവർക്ക് എന്താണ്? ഒരു ബോണസ് കൊടുക്കുകയാണ്. ബട്ട് അൺലൈക്ക് ദ ഹേസ്ലി പ്ലാൻ പോലല്ല, അവർക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ബോണസ് കൊടുക്കുകയാണ്. ഇറ്റ് ഡസ് നോട്ട് എന്താണ് പാനലൈസ് ദ വർക്കേഴ്സ് ഹു ഡു നോട്ട് അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ടൈം. അവർ ആ ഒരു ടൈം, ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം അച്ചീവ് ചെയ്യാത്തവർക്ക് കിട്ടുന്നില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം അച്ചീവ് ചെയ്യുന്നവർക്കും എന്ത് കിട്ടുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്താണ് റോവൻ പ്ലാൻ്റെ അകത്ത്. ഓർത്ത് വെക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരിക്കും, ആക്ച്വൽ ടൈം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് ഉണ്ടായിരിക്കും, ബോണസ് റേറ്റും ഉണ്ടായിരിക്കും. ബോണസ് റേറ്റ് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് ആക്ച്വൽ റേറ്റ് ബേസ്ഡ് ഓൺ ദി ടൈം സേവ്ഡ് ആണ്. ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ടോട്ടൽ പേ കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്, എത്ര അവറാണോ അവർ വർക്ക് ചെയ്തത് അതേ ഇൻറ്റു എത്രയാണ് സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ്. സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് എന്താണ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം മൈനസ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ എന്താണ് ടൈം സേവ്ഡ് അല്ലേ? ടൈം സേവ്ഡ് ഇൻറ്റു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്രയാണ്? സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ എത്രയാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ഫോർ എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 hours ആണ് വേണ്ടത്. ആക്ച്വൽ ടൈം 8 hours എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബോണസ് ആയിട്ട്, ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നോക്കിയേ എത്രയാണ്? 10 hours ആണ്. 8 hour അയാൾ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 2 hours അയാൾ സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ? സേവ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു എത്രയാണ്? 20 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് 2 hours ഇൻറ്റു 20 എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. ഇനി ടോട്ടൽ പേ കണ്ടുപിടിക്കാനായിട്ട് 8 × 20 എന്ന് പറയുന്നത് 8 hours ആണ് അയാൾ വർക്ക് ചെയ്തത്. 20 ആണ് 1 hourന്റെ റേറ്റ്. പ്ലസ് എത്രയാണ് അയാൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന 40 രൂപ ബോണസ്. 40 അപ്പോൾ എത്ര വന്നു? 160 പ്ലസ് 40 200 രൂപ. ഏത് റേറ്റ് ഏതനുസരിച്ച് കിട്ടും അദ്ദേഹത്തിന്? ഈ റോവൻസ് പ്ലാൻ അനുസരിച്ച് കിട്ടും. നിങ്ങൾ ഒന്നുകൂടി നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ടൈം സേവ്ഡ്, ആ ബോണസ് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മൊത്തം ടൈം സേവ് ചെയ്തേക്കുന്നത് എത്രയാണ്? 8 hours ആണ്. മൊത്തം 2 hours ആണ് സേവ് ചെയ്തേക്കുന്നത്. 2 ഇൻറ്റു എത്ര വന്നു? 20. അപ്പോൾ ആ സേവ് ചെയ്ത ഇൻറ്റു റേറ്റ് കിട്ടുകയാണ്. അപ്പം 40 രൂപ അദ്ദേഹം സേവ് ചെയ്തതിന് കിട്ടി കേട്ടോ. അത് ഓർത്ത് വെക്കുക. അത് എന്താണ് മൊത്തം സേവ് ചെയ്തതിന് 40 രൂപ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി അയാൾ 8 hours വർക്ക് ചെയ്ത് 20 hours, 1 hourന് 20 രൂപ. അപ്പോൾ 8 × 20 40 പ്ലസ് 8 × 20 പ്ലസ് 40, അതായത് 160 പ്ലസ് 40 200. ഒന്നുകൂടി ചെയ്ത് നോക്കുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യനുകൾ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആകും. ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദി വർക്കേഴ്സ് സാക്രിഫൈസ്. ഇവർ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എന്താണ് സാക്രിഫൈസ് ചെയ്യുന്നില്ല ഇതിലാകുമ്പോഴത്തേക്കിന്. അതായത് സ്പീഡിൽ പോയി അവർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടൊന്നും നോക്കുന്നില്ല. ഇവർ എന്ത് ചെയ്യുന്നില്ല? ക്വാളിറ്റിയും കൂടി കുറച്ചുകൂടി കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് എൻഷുർ ദ വർക്കേഴ്സ് റിവാർഡ് ഫോർ ദ എന്താണ് പാർഷ്യൽ അച്ചീവ്മെന്റിനും ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? ദ റിസൾട്ട് ഈസ് ഹയർ ലേബർ കോസ്റ്റ് കമ്പയർഡ് ടു ദ അതർ പ്ലാൻസ്. മറ്റു പ്ലാനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആയിട്ടുള്ള ലേബർ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആസ് എ സ്ട്രോങ് ഇൻസെൻറ്റീവ്സ് ഫോർ ദ വർക്കേഴ്സ് എക്സീഡ് ദ സ്റ്റാൻഡേർഡ് എക്സീഡ് ചെയ്യുന്നവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതായത് എത്ര സേവ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവാർഡ് ഒന്നുമല്ല കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ് ലേബർ ടേൺ ഓവർ. കൃത്യമായി മനസ്സിലാക്കണം. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യാണ്?
ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പോവുകയും ഓർഗനൈസേഷനിൽ പുതിയ പുതിയ എംപ്ലോയീസ് വരികയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ലേബേഴ്സ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നതിനെയാണ് എന്ന് പറയുന്നത് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ലേബർ ടേൺ ഓവർ റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് ദ എംപ്ലോയീസ് ലീവ് ആൻഡ് ജോയിൻ ദ ഓർഗനൈസേഷൻ. ദ ഹയർ ലേബർ ടേൺ ഓവർ ക്യാൻ ലീഡ്സ് ടു ഇൻക്രീസ് ദ ലേബർ കോസ്റ്റ്. അല്ലേ, ഹയർ ആയിട്ട് ലേബർ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാറുണ്ട്, ലേബർ കോസ്റ്റ് കൂട്ടാനായിട്ട് സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഹയർ ലേബർ ടേൺ ഓവർ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ നല്ലതല്ല. എപ്പോഴും എന്താണ്, പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവർക്ക് ട്രെയിനിങ്, അവർക്ക് ഡെവലപ്മെന്റ്സ്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ലേബർ കോസ്റ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്താണെന്ന് ഓർത്ത് വെക്കുക. ലേബർ ടേൺ ഓവറിന്റെ കോസസ് ആണ് പ്രധാനമായിട്ടും വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്, അതുപോലെ അവോയ്ഡബിൾ ഉണ്ട്, അൺഅവോയ്ഡബിൾ ഉണ്ട്. ഈ വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള റീസൺ കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ആളുകൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനെ വോളണ്ടറി എന്ന് പറയാം. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താണ് ടെർമിനേഷൻ ഡ്യൂ ടു ദ പുവർ പെർഫോമൻസ് കൊണ്ട് അവരെ ടെർമിനേറ്റ് ചെയ്യുന്നത്, അവരെ പറഞ്ഞു വിടുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. അവോയ്ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ അല്ലാത്തതുകൊണ്ട്, അതായത് പുവർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ അവർക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ മാറുകയാണെങ്കിൽ അതാണ് അവോയ്ഡബിൾ ആയിട്ടുള്ള കോസസ്. ഇനി അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ്, ഹെൽത്ത് ഇഷ്യൂസ്, ഡെത്ത്, ഫാമിലി ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരു ലേഡി ആണെങ്കിൽ കല്യാണം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ വേറൊരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇതിന് കോസസിന്, ഈ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസിന് ഉദാഹരണമാണ്. ഇനി ഇതിൻ്റെ 3 മെത്തേഡുകളിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മുടെ ആപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെത്തേഡിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ CCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ സെപ്പറേഷൻ മെത്തേഡിൽ എങ്ങനെ ലേബർ ടേൺ ഓവർ കണ്ടുപോകുന്നത്, നമ്പർ ഓഫ് എംപ്ലോയീസ് സെപ്പറേറ്റഡ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100. ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് എംപ്ലോയീസ് അറ്റ് ദ എൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് കിട്ടും. അപ്പം നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100 ആണ് ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കുന്ന സെപ്പറേഷൻ മെത്തേഡിൽ. നെക്സ്റ്റ് മെത്തേഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, നമ്പർ ഓഫ് എംപ്ലോയീസ് റീപ്ലേസ്ഡ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100 ആണ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ. അടുത്ത മെത്തേഡിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഇത് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താണ് വരുന്നത്. അല്ലേ, കമ്പൈൻ ദ സെപ്പറേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് എംപ്ലോയീസ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് എംപ്ലോയീസ് റീപ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് ലേബർ ടേൺ ഓവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ഇൻ ദി ലേബർ കോസ്റ്റിംഗ് ആസ് ഡയറക്ട്ലി ഇമ്പാക്ട് ടു ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്. അല്ലെ, ലേബർ ടേൺ ഓവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ഇൻ ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ലേബർ ടേൺ ഓവർ. കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഡയറക്ട്ലി ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ലേബർ കോസ്റ്റിൻ്റെ അകത്ത്. അല്ലെ, റിക്രൂട്ട്മെന്റും ട്രെയിനിങ് ഒക്കെ കൊടുത്തത്. അപ്പോൾ ആ ഒരു അസേർഷൻ ശരിയാണ്. റീസൺ കൊടുത്തിരിക്കുന്നത് ദ ഹൈ ലേബർ ടേൺ ഓവർ ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ആണോ, സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ദാറ്റ് എന്താണ് റെഡ്യൂസ് ദ നീഡ് ഫോർ ദ കണ്ടിന്യൂസ് ട്രെയിനിങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് അല്ല, ഫ്രീക്വന്റ് ആയിട്ട് വർക്കേഴ്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അസേർഷൻ ട്രൂ ആണ്, റീസൺ എന്താണ്, ഫോൾസ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും, ഓപ്ഷൻ സി അല്ലേ. അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. ക്ലിയർ ആയോ മക്കളെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ CCയിൽ 30 ഡേയ്സിന്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. A to Z കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ബാച്ചാണ്. നമ്മൾ എന്താണ് വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുണ്ട്, ഞാനൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് നിങ്ങൾ നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നല്ലൊരു ഓപ്ഷനാണ് CC എന്ന് പറയുന്നത്. നമ്മൾ A to Z കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള നല്ലൊരു സ്മാർട്ട് വർക്കിലൂടെയാണ് CCയുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ ആണല്ലോ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട് എങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്